വാട്സ്ആപ്പ് ഗേസ് ബോക്സ് നാസിമാണ്. പല രീതിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ SD കാർഡിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് റിക്കവർ ചെയ്യാൻ നോക്കിയിട്ടുള്ള ആളുകളായി. ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് DBack എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും അല്ലെങ്കിൽ SD കാർഡിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഈ ഒരു DBack റിക്കവറി ഉപയോഗിച്ച് നിങ്ങളുടെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ റിക്കവർ ചെയ്തതെന്ന് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ആകുന്നത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ PC-യിലാണ്. നിങ്ങളുടെ മൊബൈൽ വഴി ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിലോ PC-യിലോ നിങ്ങൾ കയറ്റിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ എടുത്തതിന് ശേഷം ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക DBack ഹാർഡ് ഡ്രൈവ് റിക്കവറി എക്സ്പെർട്ട് എന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കിട്ടുന്ന ആദ്യ റിസൾട്ടിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നിന്ന് ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ലൈവ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ SD കാർഡിൽ നിന്നോ ഡിലീറ്റ് ആയി പോയിട്ടുള്ള എല്ലാ ഫയൽസും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടത് DBack റിക്കവറി എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര്. ഗൂഗിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ ബൈ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു കമ്പനി തരുന്നുണ്ട്. നിങ്ങൾ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്ത് കഴിയുകയോ ചെയ്താൽ നിങ്ങളുടെ SD കാർഡ് നിങ്ങളുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ശേഷം സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്കാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആകുന്നതോടെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഡോക്യുമെന്റ്സും അതർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അത് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എല്ലാം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോഴുള്ള ഫോട്ടോസോ വീഡിയോസോ ഇതെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ആ ഒരു കമ്പനി തരുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഗൂഗിളിൽ നിന്നും എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡേറ്റാസും കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡേറ്റാസ് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ വരെയുള്ള ഡേറ്റാസ് കിട്ടുമെന്നാണ് ഇവർ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. ക്യാഷ് ഒരുപാട് മുടക്കി ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒറ്റ തവണത്തെ ഉപയോഗത്തിന് വേണ്ടി എടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. അതിന് പകരം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്തോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആളുകളുടെ അടുത്തോ ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അവരോടൊന്ന് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ PC-യിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.